ഇപ്പോൾ അന്വേഷിക്കുന്ന രീതിയോട് പൂർണ്ണമായും നമുക്ക് യോജിപ്പുണ്ട്, സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. നമ്മളത് ആദ്യം തൊട്ടേ പറയുന്നൊരു വിഷയമാണ്. ഇങ്ങനെയൊരു തിരിമറി നടന്നിരിക്കുന്നു, ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. കാരണം അവർ തന്നെ പണം എടുത്തിരിക്കുന്നു അവർ പറയുന്നു. കാരണം ഞങ്ങളുടെ QR കോഡ് വഴി പണം എടുത്തിട്ട് അന്നന്ന് തീയ്ക്ക് കൊണ്ട് ക്യാഷാക്കി കൊടുക്കണം, എന്തോ ടാക്സ് വെട്ടിപ്പ്, ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അന്നേ നമ്മൾ പറയുന്നൊരു കാര്യം ഇത്രേ ഉള്ളൂ. അവർ പണം വാങ്ങിച്ചു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും വിഡ്രോ ചെയ്ത് ക്യാഷാക്കിയല്ലേ തരാൻ പറ്റൂ. ക്യാഷാക്കണേ വിഡ്രോ ചെയ്യണം. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റിൽ വരും. പണം വാങ്ങിയതും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്നൊരു കേസുള്ളൂ. പക്ഷെ അത് മേ ബി അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ന്യായം കാണുമായിരിക്കും. കാരണം ഈ ഞങ്ങൾ കൊടുത്തത് ഒരു സാമ്പത്തിക കേസും അവർ കൊടുത്തത് ഈ ബലാത്സംഗവും തട്ടിക്കൊണ്ടുപോലൊക്കെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അന്നേരം അവർക്ക് അങ്ങനെ തോന്നിക്കാണ് ആദ്യം അവരുടെ കേസ് അന്വേഷിക്കാൻ. 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് അങ്ങനെ തോന്നിയിരിക്കാം. അതുകൊണ്ട് ഇപ്പം നമുക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരോടും പറയാനുള്ള വെച്ചാൽ, ഒന്ന് ഞങ്ങളുടെ കൂടെ നിന്ന കേരള സമൂഹം, പത്രമാധ്യമ മീഡിയയിലെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. കാരണം ആദ്യത്തെ കുറച്ചു നേരം ഞങ്ങളും കുടുംബവും വെറും കള്ളന്മാരും തട്ടിപ്പുകാരും ഒരു കൊള്ളക്കാരെ പോലെ ആയിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരിൻ്റെ ഭാഗത്ത് നിന്ന് ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രയാസം നിങ്ങൾക്ക് ഊഹിക്കാം. അത് പെൺമക്കളാണ്, ഒരാൾ ഗർഭിണിയായിട്ടിരിക്കുന്നു. അപ്പോഴൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്നറിയാം. ഇന്ന് തന്നെ ഒരു വീഡിയോ വന്നിരിക്കുന്നു, തട്ടിക്കൊണ്ടുപോകൽ പൊളിഞ്ഞു പോവുകയാണ്. അവര് അങ്ങയുടെ കാറിൽ അവർ കയറുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ചാനലിൽ കാണുകയാണ്. എനിക്ക് തോന്നുന്നത് ആ ഫ്ലാറ്റിലെ CCTV വീഡിയോ ആണിത്. അത് പോലീസിൽ നിന്ന് കിട്ടിയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. ഇത് അന്നേ ഇതൊക്കെ വെളി വന്നിട്ട് ഇതൊക്കെ അവരുടെ കൈവശമുണ്ട്. ഇതുണ്ട്. ഇവർ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ആദ്യം തൊട്ടേ ഉണ്ടെങ്കിൽ ആ കാര്യം അങ്ങ് അന്വേഷിച്ചാൽ മതിയായിരുന്നു. അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആയിരുന്നാലും ശരി, ഇവർ എവിടെ നിന്നാണ് പൈസ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇവർ പൈസ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച തന്നെ പെട്ടെന്ന് തന്നെ തീരാവുന്ന ഒരു കാര്യമുള്ളായിരുന്നു. പക്ഷേ പോലീസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടൊന്നും അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. അതോടെ തന്നെ ഇവർ തന്നെയാണ് ഫസ്റ്റ് കേസ് കൊടുത്തത്. ആദ്യമേ ഇവർ കേസ് കൊടുത്ത് അതിന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തത്. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അവരുടെ കേസാണ് അന്വേഷണത്തിന് ഭയങ്കരമായിട്ട് കാണിച്ചത്. അതല്ലാതെ അവരുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടൊന്നും നോക്കിയൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാർ ഇതേ കണക്കുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ എല്ലാ കള്ളങ്ങളും വെളിയിൽ വന്നെന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ വായിൽ നിന്ന് തന്നെ വീഴുകയും ചെയ്തു. അതിനെ തുടർന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഉണ്ടെങ്കിൽ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ ഉണ്ടെങ്കിൽ സത്യം വെളിയിൽ വരികയാണ്. സത്യം പറഞ്ഞാൽ ഈ കേസ് ഇത്രയും ദൂരമൊന്നും പോകേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. കാരണം എന്ന് പറയുന്നത് ആ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും അവരാണ് കള്ളത്തരം ചെയ്തതെന്ന് മനസ്സിലാക്കുന്നതാണ്. അതിനുവേണ്ടി ഇത്രയും ദിവസം എടുക്കേണ്ട ഒരു കാര്യമേ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ദിയ എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻ്റ് ആണ്. ഈ സമയത്ത് തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ ചെന്ന് ഇടപെടുന്നത് ഭയങ്കര ഒരു കഷ്ടമുള്ള കാര്യം. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇവരിത് ഇടപെടുകയും തൻ്റെ സത്യം തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിന് പരിഹാരമായിട്ടാണ് അവർ തന്നെ ഉണ്ടെങ്കിൽ ഈ കേസ് ആരാണോ കൊടുത്തത് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അവർക്ക് വേണ്ട തെളിവുകൾ വരികയും അങ്ങനെ ദിയ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എങ്ങനെയോ മറ്റൊരു മണ്ടത്തരം കാണിച്ചത് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ വേണ്ട തെളിവുകളും കിട്ടി. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ആ 3 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നേരത്തെ ഉണ്ടെങ്കിൽ അവർ കേസിനെ പറ്റി പറയാൻ വരുമ്പോഴത്തേക്ക് മീഡിയ ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് അവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പോലീസ് അവരുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടെങ്കിൽ അവരെ കുറ്റവാളികളിൽ നിന്ന് തെളിഞ്ഞിട്ട് പോലും ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ന്യൂസ് ഭയങ്കരമായിട്ട് ഇപ്പോൾ കാണുന്നതല്ല. ഇതാണ് 2 വശപരമായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ കുറച്ച് പണമുള്ളവരെന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് തലയിട്ട് കഴിഞ്ഞാൽ ആദ്യമേ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ പാവങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ആരുടെ ഭാഗത്താ തെറ്റെന്നുള്ളതൊന്നും നോക്കത്തില്ല. സത്യം വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് കാണിക്കുമെന്ന് ചോദിച്ചാൽ അതും ഇല്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ.